സമുദായം എത്ര പറഞ്ഞാലും മനസ്സിലാക്കുന്നില്ല. പരസ്പരം അങ്ങുമിങ്ങും വാശിയും വൈരാഗ്യവും വരുമ്പോൾ ശുദ്രം ചെയ്യുന്ന മനുഷ്യന്റെ കാൽ കീഴിൽ പോയിട്ട് 500,000 കൊടുത്തുകൊണ്ട് മറ്റൊരു മനുഷ്യന്റെ നാശം കാണുവാൻ വേണ്ടി മൊട്ടയും മുടിയും നഖവും എടുത്തുകൊണ്ട് പോയിട്ട് അവന്റെ നാശം കാണുവാൻ വേണ്ടി സിഹ്ർ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എഴുതി വെച്ചോ മനുഷ്യ, എഴുതി വെച്ചോ സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നിന്നുകൊണ്ട് നീ ഈമാനോടുകൂടി മരിക്കൂല. എടാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നിന്നോട് എന്തെങ്കിലും കാണിച്ചതിന്റെ പേരില് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കാൽ കീഴിൽ പോയിട്ട് 500,000 എണ്ണിക്കൊടുത്തുകൊണ്ട് അവന്റെ നാശം കാണുവാൻ വേണ്ടി, അവന്റെ വീട് തകരുവാൻ വേണ്ടി, അവന്റെ എല്ലാം നശിക്കുവാൻ വേണ്ടി, അവൻ ഈ ദുനിയാവിൽ കിടന്നുകൊണ്ട് നരകിക്കുന്നത് കാണുവാൻ വേണ്ടിയിട്ട് സിഹ്ർ ചെയ്യുന്ന, കൂടോത്രം ചെയ്യുന്ന, ശുദ്രം ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ ദുനിയാവിൽ കിടന്നുകൊണ്ട് നീ നരകിക്കും സഹോദരൻ. നീ മാത്രമല്ല നരകിക്കുന്നത്, നിന്റെ മാതാപിതാക്കള്, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, നിന്റെ ബന്ധുക്കള്, നിന്റെ കൂടപ്പിറപ്പിയങ്ങള്, നിന്റെ കുടുംബത്തിന്റെ അടിവേര് പോലും തോണ്ടിക്കൊണ്ട് പോകും പെങ്ങളെ. ഈ ദുനിയാവിൽ കിടന്നുകൊണ്ട് നരകിക്കേണ്ട ഗതികേട് നീ കാണും. അതുകൊണ്ട് സിഹ്ർ ചെയ്യല്ലേ, ശുദ്രം ചെയ്യല്ലേ, മാരകമായ തെറ്റാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതല്ലേ. ഏതെങ്കിലും ഒരു മനുഷ്യൻ സിഹ്ർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നിന്നുകൊണ്ട് മരിക്കുന്ന സമയത്ത് കലിമ പോലും ചൊല്ലാൻ കഴിയില്ലെന്നല്ലേ പണ്ഡിതന്മാര് പഠിപ്പിച്ചത്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ നാശം കാണുവാൻ വേണ്ടിയിട്ട് നഖവും മണ്ണും മുടിയും എടുത്തുകൊണ്ടുപോയി ശുദ്രം ചെയ്യുവാൻ വേണ്ടി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഠിച്ചോ, ഈ ദുനിയാവിൽ കിടന്നുകൊണ്ട് നീ മാത്രമല്ല നിന്റെ കുടുംബവും നിന്റെ കൂടപ്പിറപ്പിയങ്ങളും ഈ ദുനിയാവിൽ കിടന്നുകൊണ്ട് നരകിച്ചിട്ടേ മരിക്കുള്ളെന്ന് ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത ജനതയായി പോയില്ലേ മുസ്ലിം സമുദായം. ഇന്ന് ആ കോപ്രായത്തിന് പോകുന്നുണ്ട്. അത് തലയിൽ തട്ടമിട്ടുകൊണ്ട് നടക്കുന്നവര്, തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് നടക്കുന്നവര്, രണ്ടും ഒരുമിച്ച് ഒരേ വിരൽ തുമ്പത്തി പിടിച്ചുകൊണ്ട് ശുദ്രം ചെയ്യുവാൻ വേണ്ടി നടക്കുന്ന കോപ്രായത്തിന്റെ ഭീതിജനകമായ കാഴ്ചകളിൽ നിന്ന് ഈ സമുദായത്തിന്റെ ഇടയിൽ വളർന്നു വന്ന കാലഘട്ടത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഒരു കാരണവശാലും അതിലേക്ക് ചിന്തിക്കുക പോലും ചെയ്യല്ലേ.